ഹേ ഗായ്സ്, അപ്പം ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോകട്ടോ. കുറേ ആയി അമ്പലത്തിലേക്ക് പോകണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കണു. അപ്പം നമുക്ക് ഇന്ന് അമ്പലത്തിൽ പോകാം. ടൈം ഇപ്പം തന്നെ 6:30 6:45 കഴിഞ്ഞ് തോന്നുന്നുട്ടോ. അപ്പം നമുക്ക് ഒരുങ്ങിയിട്ട് കാണാം. ഗൈസ്, അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിൻ്റെ അടുത്തേക്ക് പോവാണ്. ഞങ്ങൾ അമ്പലത്തിലെത്തി. എത്തിയില്ല, ഇവിടുന്ന് കുറച്ചും കൂടി നടക്കാണ്ട്. അപ്പം ഞങ്ങൾ തൊഴുതിറങ്ങിട്ടോ. ഇനി ഇവിടെ ഒരു കുളമുണ്ട്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ടൈം കുറേ ഉണ്ട്, ഇനി ഇത് കഴിഞ്ഞ് വേറൊരു ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്ന് ആക്കും പോലെ പോവാം. നമ്മളങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നിട്ടു. നല്ല രസമുണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കാൻ. പിന്നെ കഴിഞ്ഞ് അവിടെ അമ്പലക്കുളമുണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങളത് കാണാൻ പോയതാട്ടോ. അപ്പോൾ അവിടെ വീടിനടുത്തുള്ളവരൊക്കെ അവിടെ കുളിക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടേക്ക് ഇറങ്ങണ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ മീനിട്ടും ജസ്റ്റ് ഫോൺ അവിടെ വെച്ചിട്ട് വെറുതെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്ന് പിന്നെ അവിടെ നിന്ന് പോന്നു കേട്ടോ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇനി ഫുഡ് കഴിക്കണം. ചായ കുടിച്ചില്ല. അമ്പലത്തിൽ വരുമ്പോൾ ചായ കുടിക്കില്ലല്ലോ. ഇനി മഞ്ചേരി എത്തിയിട്ട് വേണം ചായ കുടിക്കാൻ. ഞങ്ങൾ മാത്രമുള്ള ഇങ്ങനെ വരികയും കിട്ടുക, ബാക്കിയുള്ളവരൊക്കെ നോർമൽ. അമ്പലത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇതിലൂടെ വരണം. എന്ത് വഴി കൂടെ. അതല്ല, അമ്പലത്തിലേക്ക് വരുമ്പോൾ ഇതേമാതിരി സെറ്റും മുണ്ടൊക്കെ എടുത്ത് നല്ല നാടോടി. ഗൈസ്, ഞങ്ങൾ ബസ് കാത്തിക്കാണ്. ബസ് ഇവിടെ നിർത്തുമെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ നിൽക്കണുണ്ട് ബസ്സിനാണെങ്കിൽ. നടന്ന് കുഴങ്ങി ഗൈസ്. 2 വളവ് കഴിഞ്ഞ് എത്തുമെന്നാണ് വിചാരിച്ചത്. ബട്ട് വളവുകളിപ്പോൾ 2-3 കഴിഞ്ഞു. ഞങ്ങൾ ഓരോ പോയിന്റിൽ നിന്ന് നോക്കി. ബട്ട് അപ്പോൾ എന്താവോ ബസ് ഇവിടെ നിർത്തണില്ല. നടന്ന് മഞ്ചേരി എത്തുന്നാ തോന്നണേ. സാരി പോകാൻ ഭയങ്കര അതന്നെ. എല്ലാ മനുഷ്യന്മാരും നോക്കുന്നുണ്ട്, ബസ്സുകാരൊഴികെ എല്ലാവരും നോക്കുന്നുണ്ട്. ഡ്രൈവർ മാത്രം നോക്കണില്ല. ഇതൊരു സാധനമാണ്. ഇപ്പൊ അങ്ങോട്ട് പോണ ഡ്രൈവറൊക്കെ നോക്കുന്നുണ്ട്, ഇങ്ങോട്ട് പോണ ആരും നോക്കണില്ല. ബസ്സുകാരെ കൊണ്ട് ഒരു ഗുണമെങ്കിലും ഉണ്ടായി. ഞങ്ങൾ നടന്ന് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിലെത്തി. ഇവിടെ കയറാന്ന് വിചാരിച്ചു, ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. നടന്ന് ഞങ്ങൾ നല്ലൊരു ഹോട്ടൽ കണ്ടെത്തി. ഞങ്ങൾ മസാല ദോശയും ഇഡ്ഡലിയും പറഞ്ഞിട്ടുണ്ട്. മീനിട്ടിപ്പോൾ കാണിച്ചു തരാം. മീന് ഫുഡ് കഴിച്ചാ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ മസാല ദോശയാണ് കഴിച്ച് പറഞ്ഞത്. താങ്ക് യു. തിന്നോ? ഒന്ന് തിന്നോ? ഏത് കുട്ടിയെ തിന്നണ്ടേ? ഗൈസ്, തിന്നിട്ട് തീർന്നില്ല. മീനുട്ടിനെ നോക്കുമ്പോൾ ഓളം മുഖം എന്ത് മീനോ ഇട്ടിട്ട് തന്നെ തിന്നാലും കൂടി വയ്ക്കണില്ല. ഓക്കെ, ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന മീനുട്ടി നീണ്ട 1/2 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ട് ഞങ്ങൾ അപ്പം തന്നെ ബസ്സിൽ കയറി. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കണ ഒരു പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും വീഡിയോ എടുത്തരാണ്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ അവിടെ എത്തിയിട്ട് സ്റ്റുഡിയോ പോകേണ്ടിയിരുന്നു കേട്ടോ. ഫോട്ടോ, എൻ്റെ ഒരു ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ അക്ഷയയിൽ പോയി
അവിടെ ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്തിരുന്നിട്ടുണ്ടാവും കേട്ടോ. അതാണ് മിനിറ്റിന് നമുക്ക് അങ്ങനെ കുറേ നേരമോളം ഞാൻ പോസ്റ്റാക്കി. പിന്നെ കഴിഞ്ഞ് ഞങ്ങൾ ബസ് കാത്തിക്കട്ടോ. ഇപ്പോൾ 12 ഇന്ന് വല്ലാത്തൊരു ദിവസമായി പോയി. ഞങ്ങൾ 11:45 സ്റ്റാൻഡിലെത്തിയിട്ട് 12:15 ബസ് ഉണ്ടായിരുന്നു. 12:30 വരുന്ന ബസ്. എന്നിട്ട് അത് ഞങ്ങൾ 12:40 വരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ വന്നില്ല. പിന്നെ ഞങ്ങൾ 12:15 ബസ്സുണ്ട്, അതും ഇല്ല. ഇനി 2 മണിക്കുള്ളായിരുന്നു. അങ്ങനെ അമ്മായിൻ്റെ ടിക്കറ്റ് പോയി ജസ്റ്റ് അമ്മായിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എത്തിയില്ല, ഞങ്ങൾ നടക്കാണ്. അപ്പോൾ അമ്മായിയൊക്കെ ചിലപ്പോൾ ഉറങ്ങിയേക്കും. അമ്മായിക്ക് അറിയില്ല ഞങ്ങൾ വരുന്നുണ്ടായിരുന്നു. സർപ്രൈസ്. എന്തായാലും ഇന്നത്തെ ഇങ്ങനത്തെ ഒരു ദിവസം ഉണ്ടാവരുതേന്നാണ് ചാരിക്കും തോന്നി. അത് എന്തായാലും ഏത് നേരത്തെ സെറ്റ് ഫുഡ് എടുക്കാൻ. പക്ഷെ ഫോട്ടോസ് എടുത്തു. അമ്മായിനെ വിളിച്ചോക്കട്ടെ. ഞങ്ങൾ അങ്ങോട്ട് ബസ്സില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ അമ്മായിൻ്റെ വീട്ടിൽ പോകാമെന്ന് കേട്ടോ വിചാരിച്ചേ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ബെല്ലടിച്ചിട്ട് എത്രയിട്ട് അമ്മായി വാതിൽ ഓർക്കണില്ല. അമ്മായിനോട് പറഞ്ഞിട്ടില്ല എന്നിട്ട് ഞങ്ങൾ വരണത്. അങ്ങനെ അമ്മായി ഞങ്ങളെ കണ്ടപ്പോൾ ആകെ ഞെട്ടി. പിന്നെ കുറേ നേരം ഞങ്ങളവിടെ നിന്നിട്ടോ ഫുഡ് കഴിച്ച് കുഞ്ഞേരാണ് വീട്ടിലേക്ക് പോണത്. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ ബൈ ഗൈസ്.